എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചായക്കടയിലെ നല്ല നാടൻ പഴംപൊരിയാണ് ഇവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത്. ബാക്കി വന്ന ഇഡലി മാവെന്ന് എടുത്തു പറയാൻ കാരണം നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉലുവ ചേർക്കാറുണ്ട്. അപ്പോൾ ഉലുവ ചേർത്തിട്ടുള്ള ദോശമാവ് ഇതിനെടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ബാക്കി വന്ന കുറച്ച് ഇഡലി മാവും നമ്മളുടെ മൈദയും ചേർത്തിട്ട് നല്ല അടിപൊളി നാടൻ പഴംപൊരിയാണ്. ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു 5-8 പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പമുള്ള പഴമൊന്നുമല്ല, മീഡിയം സൈസ് പഴമാണ്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇഡലി മാവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തി കൊടുക്കാം. അതേപോലെ ഈ ഇഡലി മാവിന് പകരം വേണമെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ സ്വല്പം ബേക്കിംഗ് പൗഡർ ചേർക്കാം. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മളുടെ കയ്യിൽ ഇഡലി മാവുണ്ട്. ഞാനപ്പോൾ 1.5 കപ്പ് മൈദപ്പൊടിക്ക് 1/2 കപ്പ് ഇഡലി മാവ് ചേർത്തി കൊടുക്കാൻ പോവാണ്. ഇതാണ് നമ്മളുടെ പഴംപൊരിയെ ചായക്കടയിൽ ഇരിക്കുന്ന നല്ല നാടൻ പഴംപൊരിയാക്കി മാറ്റുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച്, പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്. ഇനി ആർട്ടിഫിഷ്യൽ കളറൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല. നമ്മളുടെ നാടൻ മഞ്ഞൾപ്പൊടിയാണ് ഒരു 1/2 ടീസ്പൂണോളം. അതേപോലെ ടേസ്റ്റിനായിട്ട് 1/2 ടീസ്പൂൺ തന്നെ ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറേശ്ശെ ഇളക്കി യോജിപ്പിക്കുക. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. കുറേശ്ശെ കട്ടയൊക്കെ തീർത്ത് നന്നായിട്ട് നല്ല ഇഡലി മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മൾക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസായിട്ട് എടുത്തു കഴിഞ്ഞാൽ പഴം മുക്കുമ്പോൾ പഴത്തുമെന്ന് ഈ മാവ് വേഗം ഊർന്നു പോവും. അപ്പം ഞാൻ മധുരമൊക്കെ നോക്കട്ടെ, ഏലക്കപ്പൊടിയും ഒക്കെ കറക്റ്റ് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്തു. എല്ലാം പാകത്തിനാണ്. അങ്ങനെ നമ്മളുടെ പഴംപൊരിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തിക്നെസ് നോക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ ഒന്ന് എടുത്തിട്ട് ടീസ്പൂണിൽ ഒന്ന് കോരി നോക്കുക. ഇതേപോലെ ടീസ്പൂണിൽ കോരുമ്പോൾ ഇഡലി മാവ് എടുക്കുന്ന പോലെ മുറിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ നമ്മളുടെ മാവിൻ്റെ ആ തിക്നെസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ടീസ്പൂണുമെന്നൊന്നും മാവ് കഴുകിപ്പോയിട്ടില്ല, അതുമ്പോൾ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പഴംപൊരിയിലും മാവ് നിന്നോളും. അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ആ ഒരു ഇഡലി മാവിൻ്റെ പരുവമാണ് നമ്മളുടെ പഴംപൊരിയുടെ മാവിൻ്റെ തിക്നെസ്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് പഴംപൊരി തയ്യാറാക്കാനായിട്ട് പാകത്തിന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴം 3 ആക്കുന്നുള്ളൂ. ഒരുപാട് വലിപ്പമില്ലാത്ത ഒരു 8 പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ചായക്കടയിലത്തെ പഴംപൊരി ആവുമ്പോൾ നീളത്തിൽ തന്നെ മുറിക്കണം. ഇനിയിപ്പോൾ ചെറുതാണ് മതിയെന്നെങ്കിൽ ഒരു പഴം 2 ആക്കിയിട്ട് ഇതേപോലെ 3 ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ പഴവും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നല്ല പഴുത്ത പഴമാണ് എപ്പോഴും നല്ലത്. അപ്പോൾ വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും ഉൾവശമൊക്കെ. ഇപ്പോൾ നമ്മളുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പം ആയാലും പഴംപൊരി ആയാലും നമുക്കതിൽ കുറച്ച് നെയ്യ് ചേർക്കുമ്പോഴാണ് ആ ഒരു പഴംപൊരിക്കും ഉണ്ണിയപ്പത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. നെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിലും ഒരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ നെയ്യും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് പഴം ഒരു പീസ് എടുത്ത് ഇതേപോലെ കൈ ആകെ മുക്കേണ്ട ആവശ്യമില്ല, 2 വിരൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് അത് തട്ടിക്കൊടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് തിക്കി കൂട്ടിയിടേണ്ട ആവശ്യമില്ല, പിന്നെ അത് വിടിയിച്ച് കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം വെച്ചാണ് ഇട്ടേക്കുന്നത്. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മെല്ലെ ഇതേപോലെ മറിച്ച് കൊടുക്കുക. ഇട്ട വഴിയൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി 2 സൈഡും നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതേപോലെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. കരിയാണ്ട് സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മളുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്കാണ് എണ്ണ വാർക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പഴംപൊരി ഇതാ ഓരോന്നും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നമുക്ക് എല്ലാ പഴംപൊരിയും ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നല്ല നാടൻ ചായക്കടയിലെ പഴംപൊരിക്കൊപ്പം നമുക്ക് നല്ല നാടൻ ചായയും ഞാനൊപ്പം റെഡിയാക്കുന്നുണ്ട്. ഓരോ ട്രിപ്പ് വറുത്ത് കോരുമ്പോഴും അരിപ്പയിലത്തെ പഴംപൊരി വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കോരിയിടുന്ന ആ പഴംപൊരിയിലത്തെ ഓയിലും കൂടി അതുമേക്കാവും. അങ്ങനെ നമ്മളുടെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി മാവ് എടുത്തത് കൊണ്ടാണ് ഞാൻ അരിപ്പൊടി ചേർക്കാഞ്ഞത്. നമ്മൾ പൊതുവേ ഇഡ്ഡലി മാവ് നല്ല തരിയോട് കൂടിയിട്ടാണ് അരയ്ക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിച്ച് കഴിക്കാവുന്ന നല്ല നാടൻ പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒപ്പം നല്ല ചൂട് നാടൻ ചായയും. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.